നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിലെ ലേക്കാർവ് റിസോർട്ടിലാണ്. ഇന്ന് ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലിവിടുത്തെ ഡേ ഔട്ട് പാക്കേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ മുഴുവൻ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ഡേ ഔട്ട് പാക്കേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, നമ്മുടെ ലേക്ക് ആൻഡ് റിവർ റിസോർട്ട് എന്ന് പറയുന്നത് തന്നെ ലൈക്ക് ഒരു 3 സൈഡ് ആയിട്ടുള്ള ഒരു യൂണിക് പ്രോപ്പർട്ടിയാണ്. 3 സൈഡും വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു യൂണിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ ഡേ ഔട്ടിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 11 വന്നിട്ട് ലൈക്ക് അവർ ഒരു 7 o'clock വരെ ഫുൾ ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ആക്ടിവിറ്റീസും ഫുഡും എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ലൈക്ക് ഒരു പാക്കേജ് ആണത്. അതെന്ന് പറയുമ്പോൾ വരുന്ന ടൈമിൽ അവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടാവും, ഉച്ചയ്ക്ക് ലഞ്ച്, പിന്നെ ലൈക്ക് ഈവനിങ് ഒരു ടീ സ്നാക്സ്. അതിനുശേഷം നമ്മുടെ മൺട്രോയുടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കനാൽ ബോട്ടിംഗ് ഇല്ലേ, മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന മൺട്രോയുടെ ചെറിയ കനാൽസും കണ്ടൽക്കാടും എല്ലാം കവർ ചെയ്ത് വരുന്ന ഒരു ട്രിപ്പാണ്. അപ്പൊ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. കൂടാതെ തന്നെ അതിൽ കയാക്കിംഗ് വരുന്നുണ്ട്, പിന്നെ അവർക്ക് സ്വിമ്മിംഗ് പൂള് അതും കൂടെ അക്സസ് ചെയ്യാൻ രീതിയിലാണ് വരുന്നത്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ലൈക്ക് മോർണിംഗ് ടു ഈവനിങ് അവരുടേതായ ടൈം അവർക്ക് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. കംപ്ലീറ്റ്ലി നമ്മൾ ഫാമിലീസിനും ലൈക്ക് ഒരു ടെക്നോ പാർക്ക് ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സോ മിക്സഡ് ഗ്രൂപ്പ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ലൈക്ക് അതെ, ഫുള്ളി ഫാമിലി ഓറിയന്റഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ കോപ്പറേറ്റീവ് ബുക്കിംഗ്സ്, ടെക്നോ പാർക്സ്, മിക്സഡ് ഗ്രൂപ്പ്സ്, ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ചെയ്തേക്കുന്നത്. അപ്പൊ ഇവർക്ക് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഒരു ഔട്ടിംഗ് പ്രോഗ്രാം ആണ് ഡേ ഔട്ട്. ഇതേമാതിരി തന്നെ ഡിന്നർ ഡേ ഔട്ട് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ലൈക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് നൈറ്റ് നമ്മുടെ ആംബിയൻസ് എല്ലാം എൻജോയ് ചെയ്യുന്ന ലഞ്ചിന് പകരം ഡിന്നർ, ബാക്കി എല്ലാ ഇൻക്ലൂഷൻസും സെയിം ആയിട്ട് വരും. അപ്പോൾ ഡിന്നർ ഡേ ഔട്ടിന്റെ അല്ല ഡേ ഔട്ട് പാക്കേജിന്റെ ടൈമിംഗ് ഒന്ന് പറയാമോ? ഡേ ഔട്ടിങ്ങിന് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ 11 to 7 വരെയാണ്. അതായത് മോർണിംഗ് 11 വന്നിട്ട് നൈറ്റ് 7 വരെ അവർക്ക് പ്രോപ്പർട്ടിയിൽ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ. ഡിന്നർ ഡേ ഔട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു 2 മണിക്ക് വന്നിട്ട് രാത്രി ഒരു 9 മണി വരെ അവർക്ക് പ്രോപ്പർട്ടിയിൽ സ്പെൻഡ് ചെയ്യാം. അതെ, നൈറ്റ് ആംബിയൻസും കൂടെ എൻജോയ് ചെയ്ത് പോകുന്ന രീതിയിൽ അങ്ങനെ ടൈമിംഗ് നൈറ്റ് ആംബിയൻസ് ആണ്. അതെ അതെ, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നൈറ്റ് ഡിന്നർ ഡേ ഔട്ട് തന്നെയാണ്. കാരണം നൈറ്റ് ആണ് ഇവിടെ ലൈക്ക് ആ ലൈറ്റും കാര്യങ്ങളും വരുമ്പോൾ പ്രോപ്പർട്ടിയുടെ ബ്യൂട്ടി തന്നെ. അതെ, ലൈക്ക് ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണല്ലോ, ലൈക്ക് 3 സൈഡും വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി അല്ലേ. സോ നൈറ്റ് ആംബിയൻസ് ലൈക്ക് വേറൊരു ഡിഫറെന്റ് ഫീൽ ആണ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ഒരു പ്രൈവസിയാണ്. അത് അത്രത്തോളം പ്രൈവസിയാണ്. നമ്മൾ എന്താണ് ഒറ്റപ്പെട്ട ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു ഐലൻഡിലൊക്കെ പെട്ട ഫീൽ തന്നെ കിട്ടുന്നത്. അത്രത്തോളം പ്രൈവസി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എങ്ങനെയാണ് നമുക്ക് ഇതൊരു മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി എങ്ങനെ എടുക്കാൻ പറ്റും? അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്ലാൻ വൈസ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഓൾ ഇൻക്ലൂഷൻ, അതാണ് നമ്മൾ മെയിൻലി നമ്മുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അതായത് ഈ വരുന്ന ടൈമിലെ വെൽക്കം ഡ്രിങ്ക്സ്, ഈവനിങ് ടീ സ്നാക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ 2 hours ഒരു കനാൽ ബോട്ടിംഗ് വരുന്നുണ്ട്. നമ്മുടെ നാടൻ വെള്ളം തന്നെ ഈ മൺട്രോയുടെ ചെറിയ കനാൽസും ഈ കടലെല്ലാം കവർ ചെയ്ത് വരുന്ന ഒരു ട്രിപ്പ്. അതിനുശേഷം ലേക്ക് സൈഡിൽ തന്നെ നൈറ്റ് ഒരു ആംബിയൻസിൽ ഒരു ബാർബിക്യൂ വരുന്നുണ്ട്. ലൈക്ക് സെൽഫ് ഗ്രില്ലിംഗ് ആയിട്ട് വരുന്നതാണ്. എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ അത് ഈ ആംബിയൻസിൽ തന്നെ ആയിരിക്കും നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം അവർക്ക് ഡിന്നർ ഉണ്ടാവും. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർക്ക് കയാക്കിംഗ് ആക്ടിവിറ്റി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കേജ് ആണ് അത് വരുന്നത്. സോ ഈ ഒരു പാക്കേജ് നമ്മുടെ ഫുൾ പ്രോപ്പർട്ടി ആയിട്ട്, നമ്മുടെ ഫുൾ എൻറ്റയർ പ്രോപ്പർട്ടി ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫാമിലി എടുക്കുവാണെങ്കിൽ അന്നത്തെ ഡേ അവർക്ക് ഫുൾ പ്രൈവസി. നമുക്ക് ഈ പൂള് ലൈക്ക് അന്നത്തെ ഡേ ഇവിടെ വേറെ ഡേ ഔട്ടിംഗ് ഗസ്റ്റോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഗസ്റ്റോ ഇല്ലാണ്ട് എൻറ്റയർ പ്രോപ്പർട്ടി അവരെ ചെക്ക് ഇൻ ടൈം തൊട്ട് ചെക്ക് ഔട്ട് വരെ അവർക്ക് ഫുള്ളി റിസർവ്ഡ് എന്ന രീതിയിൽ അവർക്ക് കിട്ടും. അപ്പോൾ അവർക്കൊരു പ്രൈവറ്റ് പൂൾ കോൺസെപ്റ്റ് കിട്ടും, പ്രൈവറ്റ് റിസോർട്ട് കോൺസെപ്റ്റ്, ഫുള്ളി ഈ എൻറ്റയർ പ്രോപ്പർട്ടി അവർക്ക് അങ്ങനെ സെല് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാക്കേജ് എടുക്കുവാണെങ്കിൽ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബോട്ടിംഗ് ഉൾപ്പെടെ വരുന്ന നമ്മുടെ ഒരു ഓവർനൈറ്റ് പാക്കേജ് വരുന്നുണ്ട്. 1 night എസ്കേപ്പ് പ്ലാൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ ഒരു പാക്കേജ് എടുക്കുവാണെങ്കിലുള്ള ലൈക്ക് അഡ്വാൻറ്റേജസ് ആണ് ഫുള്ളി അവർക്ക് റിസർവ് ചെയ്യുന്ന രീതിയിൽ. മാക്സിമം ഒരു 20 to 30 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുന്ന രീതിയിൽ നമുക്ക് എൻറ്റയർ പ്രോപ്പർട്ടി നമുക്ക് സെല് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ മെയിൻ എക്സ്ക്ലൂസീവ് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു റിസോർട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആകുകയാണെങ്കിൽ നമുക്ക് എത്ര, നിങ്ങൾ പറയുന്നത് മാക്സിമം 30 ആളുകളെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം എത്ര റൂമുകളാണ്? നമ്മുടെ മൊത്തം 9 റൂംസാണ് വരുന്നത്. 9 റൂംസിലും കൂടെ നമുക്ക് മാക്സിമം 30 കപ്പാസിറ്റി, അതായത് ഒരു പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു മാക്സിമം 30 കപ്പാസിറ്റിയാണ് നമുക്ക് വരുന്നത്. നമുക്ക് 2 കാറ്റഗറി റൂംസ് വരുന്നുണ്ട്. സ്യൂട്ട് റൂം, സ്റ്റാൻഡേർഡ് റൂം എന്ന് പറയുന്ന മാക്സിമം ലൈക്ക് 2 കാറ്റഗറി റൂംസ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് റൂമിൽ മാക്സിമം ഒരു 3 കപ്പാസിറ്റിയും സ്യൂട്ട് റൂമിൽ മാക്സിമം നമുക്ക് ഒരു 4 കപ്പാസിറ്റിയും ലൈക്ക് വരുന്നുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ മൊത്തം ഒരു 30 കപ്പാസിറ്റി അത്രേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ.